സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാം. അമ്മ ആദ്യം അതിന് എടുത്തേക്കണെന്ന് നോക്കി മൈദ. മുടി ഇത്തിരി ഷുഗർ ഇട്ടേ കേട്ടോ. ഇത് ഷുഗർ ഇട്ടേ ഇട്ടോ. ഇത്തിരി സോൾട്ട് ഇടണം. ഇത് അമ്മ ഇടാവേ. ഇത്തിരി ഈസ്റ്റ് ഇട്ടേ. അത് തുറന്നേ. ഉള്ളി ഇട്ടാൽ മതിയേ. മതി മതി മതി. ഇത്തിരി വെള്ളം ഒഴിക്കുക. ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴക്കണം. തുള്ളി ഒഴിക്കാം വെള്ളം. തുള്ളി ഒഴിക്കാം. അതിന് കുഴക്കണം. ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴക്കണം. ആ മുട്ടി കുഴച്ച് കഴിഞ്ഞോ? ചപ്പാത്തി? ഇത്തിരി എണ്ണ ഒഴിച്ച് 2-3 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ കപ്സിനകത്ത് വെക്കാനുള്ള ഗ്രേവി ഉണ്ടാക്കിയാലോ? മുട്ട അടുപ്പ് വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടായി. അതിനകത്ത് എണ്ണ ഒഴിച്ചു. അതിനകത്ത് സവോളയും വെളുത്തുള്ളിയും കൂടെ വഴറ്റിക്കൊണ്ടിരിക്കുവാണ്. ഇത് വഴറ്റി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് തക്കാളി ഇടും. ഇനി ഇതിലോട്ട് പൊടികൾ ചേർക്കാം. മുളക് പൊടി പിള്ളേർക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് ഇടുന്നത്. ആവശ്യമനുസരിച്ചിടാം. ഗരം മസാല കുറച്ച് കൂടുതൽ ഇട്ടോട്ടെ. നല്ലോണം മൂപ്പിച്ചെടുക്കും. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും ഇത്തിരി പഞ്ചസാരകളും ചേർക്കും. മുളക് പൊടി ഇട്ടില്ലെങ്കിലും ഗരം മസാലയ്ക്ക് നല്ല എരിവാണ്. കൊച്ചുങ്ങൾ കഴിക്കത്തില്ല. അങ്ങനെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചപ്പാത്തി പരത്തണം. അത് കഴിഞ്ഞിട്ട് ഫോൾഡ് ചെയ്യണം. മുട്ടി പരത്തിയത് മതി. ഇതിങ്ങനെ ഫോൾഡ് ചെയ്യട്ടെ. എന്നാലേ ലെയർ വരത്തുള്ളൂ പപ്സിനകത്ത്. കേട്ടോ, ഇങ്ങനെ ഒരുപാട് ലെയർ വരും. ഇനി പരത്ത്. ഇതിനകത്തോട്ട് ഇനി വെച്ച് കൊടുക്കാം സാധനങ്ങൾ. ഗ്രേവി. എഗ്ഗ് എടുത്താ മുട്ടി? എഗ്ഗ് എടുത്ത? എഗ്ഗ് വേണ്ട വേണ്ട. ഓക്കെ. ഇത് ഫോൾഡ് ചെയ്യണ്ടേ? ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. പൊരിഞ്ഞ് വരുന്നുണ്ട്. ഷേപ്പ് ഒത്തില്ല. കാരണം അമ്മ ആണെങ്കിൽ അരച്ചപ്പോഴത്തേക്കും ഇച്ചിരി വെള്ളം കൂടിപ്പോയി തോന്നുന്നു. പിന്നെ മാവിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോഴത്തേക്കും മാവും തുറന്നു. എങ്ങനെയുണ്ട് പോലെ? ജ്യൂസ് കൊണ്ട് കുടിച്ചോണേ. മുട്ടിക്കിടയ്ക്ക് എങ്ങനെയുണ്ട്? നല്ലതാണോ?